കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് നാലാമതൊരു പ്രാവശ്യം കൂടെ സാക്ഷ്യം പറയുവാൻ എന്നെ അനുഗ്രഹിച്ച ഈശോയ്ക്കും അമ്മയ്ക്കും എല്ലാവരുടെ മുമ്പിൽ ഞാൻ സന്തോഷപൂർവ്വം നന്ദി അർപ്പിക്കുകയാണ്. എൻ്റെ പേര് മരിയ തങ്കം. ഇതെൻ്റെ മകനാണ് അഖിൽ ഡേവിഡ്. ഞാൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര രൂപതയിൽ പ്ലാത്താങ്കര സ്വർഗാരോപിത മാതാ ഫറോന ദേവാലയത്തിൽ നിന്നാണ് വരുന്നത്. എനിക്കെൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഇപ്പോൾ പറയുന്നത്, എനിക്ക് 32 വർഷം കൊണ്ട് എൻ്റെ 2 കാൽപാദങ്ങളിലും എക്സിമോ പോലുള്ള ചൊറിഞ്ഞു പൊട്ടൽ ഒലിച്ച് വളരെ അസഹനീയമായി, വളരെ ദുസ്സഹനീയമായ വേദന അനുഭവിക്കുകയായിരുന്നു. എപ്പോഴും ഡോക്ടറെ കണ്ട് ഹൈഡോസ് മരുന്നുകളൊക്കെ കഴിച്ച് അപ്പോൾ 2 ദിവസത്തേക്കൊരു പ്രയാസം മാറി നിൽക്കും, വീണ്ടും പഴയ വഴി തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ക്യാൻസർ രോഗത്തിന് കീഴടങ്ങേണ്ടി വരികയും അങ്ങനെ എനിക്ക് ഈശോയും അമ്മയും നല്ല സൗഖ്യം തന്ന് എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് വരുമ്പോഴും ഈ ഹൈഡോസ് മരുന്ന് കഴിക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടായി തോന്നി. അവസാനം ഈ രോഗം കയറി മൂർധന്യ അവസ്ഥയിലായി. യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, ഒരിടവും പറ്റുന്നില്ല, വളരെ നീറ്റലാണ്. ഈ നീറ്റൽ കൊണ്ട് ഞാൻ റോഡെ ഇറങ്ങി ഓടി, എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മേ, മാതാവേ, എനിക്ക് സാക്ഷ്യം പറയുവാനായിട്ടൊരു അവസരം ഒരുക്കി തരണം. പെട്ടെന്ന് ഈ രോഗത്തിൽ നിന്ന് എനിക്ക് ഇനി ഒരിക്കലും ഈ രോഗം ഉണ്ടാകരുത് എന്ന് ഞാൻ കരഞ്ഞ്, എൻ്റെ ഇടവക വെച്ച് തന്നെയാണ് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചത്. പെട്ടെന്ന് ഞാനിങ്ങനെ റോഡെ ഓടെയാണ്, ഞാൻ വീട്ടിലേക്ക് പോകുന്നത് എനിക്കിവിടെ നിൽക്കാൻ ഒട്ടും പറ്റുന്നില്ല. ആ സമയത്ത് മാതാവ് ഒരു ബോട്ടിൽ, നമ്മുടെ ഉടമ്പടി നേർച്ച വസ്തുവായ ഒരു ബോട്ടിൽ ഉപ്പ് വെച്ച് നീട്ടുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എല്ലാ ദിവസവും ഉടമ്പടി ഉപ്പും ഉടമ്പടിയിലൂടെയുള്ള തേനും ഉടമ്പടി തൈലവും ഞാൻ ശരീരത്തും ഉള്ളിലും സേവിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് ഉപ്പ് എന്ന് ചോദിച്ചു. ഈ വളരെ ദുസ്സഹനീയമായ ആ 2 കാലുകളിലും സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ഉപ്പ് വാരിയിടും, എന്നിട്ട് ഒരു മാറ്റവുമില്ല. അപ്പം എനിക്ക് തോന്നി, മാതാവ് ഉപ്പ് തന്നത് വെള്ളത്തിൽ ലയിച്ചിട്ട് അലിയിച്ച് കാലിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ആ ഉപ്പ് ഞാൻ ലേശം കുളി കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് ഈ 2 കാലിലും ഈ ഉപ്പ് ഞാനെടുത്ത് അങ്ങ് ഒഴിക്കുമായിരുന്നു, അലിയിച്ച ഉപ്പ്. 4 ദിവസം ഞാൻ ഈ ഉപ്പ് ഉപയോഗിച്ചു. 5ൻ്റെ അന്ന് എനിക്കൊരു ചൊറിച്ചിലും ഇല്ല. അവിടെ എല്ലാം പതുക്കെ സൗഖ്യം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. എന്നിട്ടും ഞാൻ ഈ ഉപ്പ്, ആ ഒരു ബോട്ടിൽ ഉപ്പും തീരുന്നത് വരെ ഞാൻ ഉപയോഗിക്കുകയും എനിക്കിപ്പോൾ ഒരു പ്രശ്നവും ഇല്ല. കാലിൽ ഓട്ടം തന്നെയാണ്. ഞാൻ ഈ പ്രാർത്ഥന ജീവിതത്തിൽ, ഉടമ്പടി ജീവിതത്തിലൂടെ ഞാൻ ഓട്ടം തന്നെയാണ്, ഒരു കുഴപ്പവുമില്ല. ഈശോയ്ക്ക് അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുവാനായിട്ട് ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. രണ്ടാമത് എനിക്ക് കിട്ടിയ ഈ ഉടമ്പടി ജീവിതത്തിലെ മറ്റൊരു സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ വീടിൻ്റെ അതിർത്തിയിൽ തന്നെ ഒരു വലിയ മരം ഉണ്ടായിരുന്നു. ഈ മരത്തിൻ്റെ ഈ അതിരിൻ്റെ 2 വശവും കുത്തനെയുള്ള താഴ്ചയുള്ള സ്ഥലമാണ്. വലിയ കാറ്റടിക്കുമ്പോൾ ചിലപ്പോൾ ഈ മരം വന്ന് വീഴുന്നത് ഞങ്ങളുടെ വീടിന് മുകളിലൂടെ ആയിരിക്കും. വളരെയധികം ഭയമായിരുന്നു. അപ്പോഴെല്ലാം ഞാൻ ആ ഉടമസ്ഥരോട് വിളിച്ച് പറയുമായിരുന്നു, ഈ മരം ഒന്ന് മുറിച്ച് തരാനായിട്ട് സാധിക്കുമോ? നമുക്ക് തർക്കമില്ല, പ്രശ്നമില്ല, നിങ്ങളുടേത് തന്നെയാണ് മരം, നിങ്ങൾക്കൊന്ന് മുറിച്ച് മാറ്റാമോ? നാളെ ഒരു സമയം എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ നാട് നിങ്ങളെ ഇട്ടിരിക്കില്ല, അതുകൊണ്ട് അതൊന്ന് മുറിച്ച് മാറ്റി തരുമോ എന്ന് ഞാൻ ചോദിച്ചു. നിങ്ങൾ ആ സ്ഥലവും വീടും കൂടെ തരികയാണെങ്കിൽ ഞാൻ എടുക്കാം. പിന്നെ ഫോൺ ചെയ്താലും എടുക്കത്തില്ല. 5 വർഷം ഞാനിങ്ങനെ കൂടെ ഫോൺ ചെയ്യും, അയാൾ റെസ്പോണ്ട് ചെയ്യത്തില്ല. അവസാനം ഒരു ദിവസം ഞാൻ മാതാവിനോട് തന്നെയാണ് ഒരു വൈകിയ നിമിഷം ഞാൻ ചോദിച്ചു, അമ്മേ, ഒരു വലിയ പ്രതിസന്ധി എന്തെങ്കിലും വന്ന് ഇതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നിയാൽ അതിന് മാതാവ് തന്നെയാണ് അതിൻ്റെ പരിരക്ഷ, അല്ലെങ്കിൽ നമ്മളെ രക്ഷിക്കേണ്ടത്. എനിക്കൊന്നും ചെയ്യാനില്ല, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അമ്മയുടെ കരങ്ങളിലേക്ക് ഞാൻ ഈ പ്രശ്നം തരികയാണ്, അമ്മ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് സാക്ഷ്യം പറയാൻ ഒരു അവസരം തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ ഉടമ്പടി ഉപ്പ് ആ മരത്തിൻ്റെ ചുവട്ടിൽ, ആരും കണ്ടില്ല, ഞാനും എൻ്റെ മകനുമായിട്ട് ഉപ്പ് കൊണ്ട് ഇടുകയും ചെയ്തു.
അഞ്ചാമത്തെ ദിവസമായപ്പോൾ ഒരു 9:30 സമയം വൈകുന്നേരം ഞാൻ വീട്ടിൽ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കോൾ വന്നു. ഞാൻ എടുത്തു. ആരാണ്? അപ്പോൾ ഞാൻ ഇന്ന ആളാണ്. ഞാൻ പറഞ്ഞു എന്ത് പറ്റി വൈകിട്ട്? അപ്പോൾ പറയുന്നു, ചേച്ചി ഞങ്ങൾ നാളെ രാവിലെ മരം മുറിക്കാൻ വരും, ചേച്ചി വീട്ടിൽ കാണുമോ എന്ന്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ കാണും. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറയുകയാണ്, അവർ ബന്ധക്കോസ്ത സഹോദരങ്ങളാണ്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കൃപാസനത്തിലെ പരിശുദ്ധ അമ്മയോട് ഞാൻ ഈ വിഷയം കൊടുത്തിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പറയാണ്, ആഹാ അങ്ങനെയാണോ എന്ന്. എനിക്കതും വലിയ സന്തോഷമായി. മരം മുറിക്കാൻ രാവിലെ വന്നു. ഞാൻ സ്നേഹപൂർവ്വം അവർക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ കൊടുത്തു. സന്തോഷത്തോടെ അവർ സ്വീകരിച്ചു. അവർ മുറിച്ചിട്ട് പോവുകയും ചെയ്തു. ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ വളരെ സന്തോഷപൂർവ്വം ഈ നന്ദി അറിയിക്കുകയാണ്. മറ്റൊന്ന്, എൻ്റെ ബാങ്കിൽ എനിക്കൊരു ചെറിയ ബാധ്യതയുണ്ടായിരുന്നു. എല്ലാ മാസവും 1-ാം തീയതി മാത്രമേ എനിക്ക് ആ ലോണ് അടയ്ക്കാനായിട്ട് സാധിക്കൂ. എന്നാൽ ബാങ്കിൽ 20-ാം തീയതി തന്നെ അടയ്ക്കണം. എനിക്ക് സാധിക്കില്ല. അവസാനം ഇങ്ങനെയുള്ള ഒരു വലിയ പെൻഡിങ് തുക ഇങ്ങനെ വരികയുണ്ടായി. ഈ തുകയ്ക്ക് വേണ്ടിയിട്ട്, ചെറിയ തുകയേ ഉള്ളൂ, എല്ലാ ദിവസവും ബാങ്കിൽ നിന്ന് ഉദ്യോഗസ്ഥരെ വീട്ടിലേക്ക് വരും. ഞാൻ എവിടെ പോയാലും അവിടെ ഫോൺ ചെയ്ത് ഇങ്ങനെ ഭയങ്കര ശല്യമായി തീർന്നു. ഞാൻ പറഞ്ഞു, ഇത്രയും തുകയ്ക്ക് നിങ്ങളിങ്ങനെ വീടുകളിൽ എന്നും കയറി ഓടണമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞ്, ഞങ്ങളുടെ ചുമതലയല്ലേ, ഞങ്ങളുടെ ധർമ്മമല്ലേ, ഞങ്ങൾക്കത് ചെയ്തേ മതിയാവുമെന്ന്. പ്രൈവറ്റ് ബാങ്കുകളാണ്, അവരതുകൊണ്ട് ഓടും, കുഴപ്പമില്ല. പക്ഷേ ഈ ലോണ് തിരിച്ചെടുക്കാനായിട്ട് ഞാൻ ഇത് അടയ്ക്കാൻ വേണ്ടി പലരെയും സമീപിച്ചു. ആരും തന്നെ സഹായിക്കാൻ തയ്യാറായില്ല. അവസാനം അവർ 2-3 ദിവസം എനിക്ക് ടൈം തന്നു. ഈ സമയത്ത് ഞാൻ പലരോടും ആവശ്യപ്പെട്ടു, കിട്ടിയില്ല. ആ ഡേറ്റിൻ്റെ അന്ന് ബാങ്കിലെ മാനേജർ എന്നെ വൈകുന്നേരം വിളിച്ചിട്ട് ചോദിച്ചു, മോളെ എന്ത് പറ്റി, നിങ്ങൾക്ക് പൈസ കിട്ടിയോ? ഞാൻ പറഞ്ഞു, മാനേജർ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, ഈ സാഹചര്യത്തിൽ എന്നെ സഹായിക്കാൻ ആരും ചിലപ്പോൾ ഉണ്ടാകില്ല, എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും മാത്രമേ സഹായിക്കാൻ സാധിക്കൂ എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം എനിക്ക് പറ്റില്ല മാഡം, എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ചെയ്തു തരാൻ പറഞ്ഞു. ഉടനെ അവർ സന്തോഷത്തോട്, ഞാൻ പറഞ്ഞു എന്നെ ഒരു 100 വഴക്കെങ്കിലും പറയാൻ വേണ്ടിയിട്ടായിരിക്കും എന്നെ വിളിച്ചതെന്നാണ് ഞാൻ കരുതിയത്. അവർ സന്തോഷത്തോടെ പറയുകയാണ്, മോളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാ മാസവും അഡ്വാൻസ് ചെയ്യാമെന്ന്. 1-ാം തീയതി ആകുമ്പോൾ പൈസ കൊണ്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി. ഈശോയ്ക്കും അമ്മയ്ക്ക് ഞാൻ എന്നും നന്ദി. 1, 2, 3 സാക്ഷ്യങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞപ്പോഴും അതിനെല്ലാം ഞാൻ ഇന്നും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഈശോയമ്മ ലോകത്തിന് കൈമാറിക്കൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുവാൻ വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അവർ ഇന്നും അത് കൃത്യമായിട്ട് മെനഞ്ഞെന്നായിരുന്നു അവർ വീണ്ടും അഡ്വാൻസ് ചെയ്തിട്ട് എന്നെ വിളിച്ച് പറഞ്ഞത്. 1-ാം തീയതി ആകുമ്പോൾ ഞാനും എൻ്റെ മകനും കൂടെ അവരുടെ വീട്ടിൽ പാറശാല കൊണ്ടുപോയിട്ട് ഈ ക്യാഷ് അങ്ങ് കൊടുക്കും. എന്നെ വളരെയധികം എനിക്ക് സന്തോഷം നൽകിയ ഒരു അവസരമായിരുന്നു ഇത്. മറ്റൊന്ന്, ഞാൻ ചെയ്യുന്ന ഈ ഉടമ്പടി ജീവിതത്തിൽ ഞാൻ അമ്മയെ വളരെയധികം ആശ്രയിച്ച് ജീവിക്കുകയാണ്. ഈ ജീവിത ക്ലേശങ്ങളിൽ എന്നെ ഒത്തിരിയേറെ അമ്മ സഹായിക്കുന്നത് ഒരു കൈ നീട്ടി ഒരു വഴി എനിക്ക് തുറന്നു തന്നുകൊണ്ടാണ് എൻ്റെ ജീവിതത്തെ നയിക്കുന്നത്. അതിനുദാഹരണം എന്ന് പറയുന്നത്, എല്ലാ ചൊവ്വാഴ്ചകളിലും നമ്മുടെ കൃപാസനത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നയിക്കുന്ന മരിയൻ ഉടമ്പടി ധ്യാന ശുശ്രൂഷ കണ്ടിട്ട് അടുത്ത തിങ്കൾ വരെ എല്ലാ ദിവസവും ഈ സെയിം ധ്യാനം ഞാൻ കേൾക്കും. എല്ലാ ദിവസവും കേട്ട് ധ്യാനത്തിലൂടെ എനിക്ക് തീഷ്ണതയിലൂടെ വളരുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ധ്യാനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇതെനിക്ക് ആത്മീയമായിട്ട് ഒരുപാട് വളർച്ചയാണ് കിട്ടുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇത് ഒരു സ്കൂൾ ഓഫ് ഡാൻസ് അല്ല, സ്കൂൾ ഓഫ് മ്യൂസിക്കും അല്ല, ഇതൊരു സ്കൂൾ ഓഫ് ഗോഡാണ്. അപ്പോൾ ഈ സ്കൂൾ ഓഫ് ഗോഡിലൂടെ എനിക്ക് ഒത്തിരിയേറെ എൻ്റെ പുറമേയുള്ള രംഗങ്ങളിലും എൻ്റെ ഇൻറ്റേർണൽ രംഗങ്ങളിലും എക്സ്റ്റേണൽ രംഗങ്ങളിലും എന്നെ ഒത്തിരിയേറെ കൈപിടിച്ച് സ്വാധീനിക്കുകയാണ്. ഈ വളർച്ചയെന്ന് പറയുമ്പോൾ ഏത് വചനം കേട്ടാലും, അതായത് ഈ ധ്യാനങ്ങളിലൂടെ കേട്ട് എല്ലാ വചനവും ഞാൻ എന്നെ ശരിക്കും ഫീൽ ചെയ്യുന്ന വചനങ്ങളെല്ലാം ഞാനൊരു ബുക്കിൽ എഴുതി സൂക്ഷിച്ച് കാണാതെ പഠിക്കാം. അന്നു തന്നെ എല്ലാ ദിവസവും ഒരു 150-ൽ പരം വചനങ്ങൾ ഞാൻ എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ എടുത്ത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ അന്ന് എനിക്ക് ഉറക്കമില്ല, ഊണില്ല, ഒരിടവും പോകാനായിട്ട് സാധിക്കില്ല. അത്രയും ശക്തിയാണ് എനിക്ക് ഈ ഉടമ്പടിയിലൂടെ ലഭിക്കുന്നത്. അതിനും
എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ മറ്റ് പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് എല്ലാ ദിവസവും ഞാനിങ്ങനെ മുമ്പോട്ട് നടക്കുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരാൾ വന്ന് നിൽക്കും. ആരാണെന്ന് ചോദിച്ചാൽ ഈശോയാണ്. ഈശോയുടെ ആ നല്ല വേഷത്തിൽ ഞാൻ മുമ്പോട്ട് നടക്കുമ്പോൾ എൻ്റെ 2 കാൽപാദത്തിൻ്റെ ഡിസ്റ്റൻസിലാണ് ഈശോ ഇങ്ങോട്ട് എൻ്റെ മുമ്പിലേക്ക് നടന്നു വരുന്നത്. എനിക്കിന്നും അത് ഫീൽ ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ ഈ ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ അമ്മയെ ലോകത്തിന് കൈമാറിക്കൊണ്ട് എന്നെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിന് ഞാൻ വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മകന് കൊടുക്കുന്നു. എൻ്റെ പേര് ഡേവിഡ് എന്നാണ്. ഞാൻ 2022 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അതിന് മുന്നേ ഒരു 2 വർഷം മുന്നേ ആത്മീയപരമായിട്ട് എനിക്ക് കുറേ സ്ട്രഗിൾ ഞാൻ ലൈഫിൽ ഫേസ് ചെയ്തിരുന്നു. ആ ടൈമിൽ എനിക്ക് സൂയിസൈഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ മാത്രമാണ് നിലനിന്നത്. അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു. പക്ഷേ എല്ലാവരും 2-3 പേരും എൻ്റെ വീട്ടിൽ ഇത് അറിഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. എന്നും വിഷമം വീട്ടിൽ നിന്ന് പുറത്തൊന്നും പോകത്തില്ല, വീട്ടിൻ്റെ അകത്ത് തന്നെയാണ് കഴിഞ്ഞുകൂടിയിരുന്നത്. ഈ സമയത്ത് മമ്മി പുറത്ത് പള്ളിയിൽ വരുന്ന 2 അങ്കിൾമാരെടുത്ത് അവരുടെ വിഷമം പറയുമ്പോൾ അവർ പറയും ഞാൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാം എന്നൊക്കെയാണ് അവർ എൻ്റെ അടുത്ത് എപ്പോഴും പറയുന്നത്. അങ്ങനെ ഒരു നാൾ 2-3 പേര് വന്ന് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥിച്ച സമയത്ത് ഒരു 1 hour എനിക്ക് നല്ല ആശ്വാസം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും വന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കാരണം അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആയിരുന്നു. പിന്നെ ഞാൻ അവരോട് ഷെയർ ചെയ്തു എൻ്റെ പ്രോബ്ലംസ്. ഷെയർ ചെയ്തപ്പോൾ അവരെല്ലാവരും ഒറ്റയടിക്ക് പറയുന്നത് ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുക എന്നാണ്. അങ്ങനെ എല്ലാവരും പറയുന്ന അനുസരിച്ച് ഞാൻ 2022 ആദ്യം ഇവിടെ വന്ന സമയത്ത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ, പത്രം കൊണ്ട് കൊടുക്കാൻ പറ്റുമോ, ഈ പ്രാർത്ഥിക്കാൻ പോകാൻ പറ്റുമോ, ഈ കാരുണ്യ പ്രവൃത്തികളെല്ലാം ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. എനിക്കിത് പറ്റൂല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ആദ്യം ഇവിടെ തിരിച്ചു പോയപ്പോഴും എനിക്കിത് സെയിം പ്രശ്നങ്ങളായിട്ടാണ് വീണ്ടും ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ വന്നപ്പം ഇവരെ വീണ്ടും പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു. ഇവർ വീണ്ടും പറയുന്നത് ഉടമ്പടി എടുക്കുന്ന. അങ്ങനെ ഞാൻ കരുതി ഞാൻ മറ്റു മാർഗങ്ങളിലും പോയിട്ടുണ്ട് ഈ വിഷയം ഒന്ന് മാറാൻ വേണ്ടി. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫസ്റ്റ് നാൾ തന്നെ നൈറ്റ് എനിക്ക് ഉറങ്ങുന്നതിന് മുന്നായിട്ട് എനിക്ക് നല്ല സ്മൈലിംഗ് ഉണ്ടായി. അത് എങ്ങനെ സംഭവിച്ചാണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. നടന്ന സമയത്ത് എൻ്റെ അസ്വസ്ഥത ഒരു 5 minutes പെട്ടെന്ന് മാറിപ്പോയി. ഈ മാറ്റം എനിക്ക് എങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ല. ഇത് ഞാൻ മമ്മിയുടെ ഷെയർ ചെയ്തു, പ്രാർത്ഥിക്കാൻ വരുന്ന ആൾക്കാരുടെ ഷെയർ ചെയ്തു. അവർ പറയുന്നത് നീ ഉടമ്പടിയിൽ നന്നായിട്ട് വിശ്വസിച്ച് നല്ല രീതിയിൽ മുമ്പോട്ട് പോവുക, നല്ല മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി എടുത്ത് കുറച്ച് നാൾ മുമ്പോട്ട് പോയതിന് ശേഷം ആ സെയിം പ്രശ്നങ്ങൾ വീണ്ടും എനിക്ക് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു, ഇവിടെ വന്നിട്ടും കാര്യമില്ലല്ലോ, ഒരു രക്ഷയും കിട്ടുന്നില്ലല്ലോ എന്നാണ് ആദ്യം കരുതിയത്. അങ്ങനെ ഞാൻ ഈ ഫോളോ അപ്പ് ലേശം പിന്നിലേക്കാക്കി. അങ്ങനെ വന്നപ്പം വീണ്ടും അവരെ പ്രേയറിന് വിളിച്ചു. അവരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നീ ഉടമ്പടി കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ലേ? ഞാൻ പറഞ്ഞ് എനിക്കിപ്പം ന്യൂസ് പേപ്പറൊന്നും കൊണ്ടുകൊടുക്കാൻ സാധിക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും മുടക്കരുത്, കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞു. വീണ്ടും അവർ പറഞ്ഞു, നീ പുതുക്കി ഒരു 2-3 പ്രാവശ്യം പുതുക്കുമ്പോഴത്തേക്കും നല്ല ചേഞ്ച് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതിനനുസരിച്ച് എന്തായാലും മറ്റ് ഓപ്ഷൻസ് എല്ലാം നോക്കിയോണ്ട് ഇതും കൂടെ അവസാനമായിട്ടൊന്ന് പരിശ്രമിച്ച് നോക്കാമെന്ന് കരുതി ഞാൻ അതും നോക്കിയ സമയത്ത് ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഞാൻ പുതുക്കിയ സമയത്ത് എൻ്റെ പ്രോബ്ലംസിൽ ഒരു 85% ചേഞ്ച് ഉണ്ടായി. അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് വീടിൻ്റെ പുറത്തിറങ്ങുന്നത്. ഇതുവരെ ഞാൻ വീട്ടിൽ ഈ പ്രശ്നം കാരണം വീടിന് പുറത്തിറങ്ങിയിട്ടില്ല. ഫുൾ ടൈം ഞാൻ ചെറുപ്പം മുതൽ വീടിൻ്റെ അകത്ത് തന്നെയാണ്. അങ്ങനെ ഇപ്പം ഞാൻ വീണ്ടും 2nd ടൈം പുതുക്കി, ഇപ്പം 3rd ടൈം പുതുക്കി. എനിക്കിപ്പം ഈ 3rd ടൈമിൽ വെച്ച് എൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം മാറി. ഇപ്പോൾ ഒരു വിഷയവുമില്ല. ഇപ്പം ഞാൻ പലയിടത്തും യാത്ര ചെയ്യുന്നുണ്ട്, പല പാർട്ടീസിലും പോകുന്നുണ്ട്, ഫ്രണ്ട്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനെല്ലാം പോകുന്നുണ്ട്. അതിനായിട്ട് എൻ്റെ പരിശുദ്ധ അമ്മയും യേശുവിനും തന്ന രക്ഷയ്ക്കായിട്ട് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി എൻ്റെ ചെറിയ പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഇത് പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്ന അറിയത്തില്ല. ചെറിയ പൈശാചികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളാണ് എന്നെ അലട്ടിയിരുന്നത്. അപ്പം ഈ പ്രശ്നങ്ങൾ മുഖാന്തരമാണ് എനിക്കിവിടെ പോകാൻ സാധിക്കാത്തത്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചത്. അങ്ങനെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഞാൻ പള്ളിയിലൊന്നും പോകത്തില്ല, പ്രാർത്ഥനയിൽ പങ്കെടുക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല. ഒരു സമയത്ത് ഞാൻ ബൈബിൾ സഹിതം എടുത്തെറിഞ്ഞിട്ടുണ്ട്, ജപമാല പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ചെയ്ത സമയത്തൊക്കെ എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. അവസാനം ഞാൻ പള്ളിയിൽ പോകുന്ന 2 ദിവസത്തിന് മുന്നേ ഈ ഒരു അച്ഛൻ എന്നെ വന്ന് കണ്ടായിരുന്നു. എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ അച്ഛൻ കണ്ട സമയത്ത് എന്നോട് അച്ഛൻ ചോദിച്ചു, നീ ആലപ്പുഴ വന്ന് ഉടമ്പടി എടുത്തെന്ന് വെച്ചു. ഞാൻ പറഞ്ഞ് എടുത്തച്ഛാ, എങ്ങനെയാണ് അവിടെ പോകാൻ സാധിച്ചതെന്ന് ഉടമ്പടി എടുത്തതെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പോൾ എന്തൊക്കെയുണ്ട് മോനെ ചേഞ്ച് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, എനിക്കിപ്പോൾ ഇത്ര നല്ല ചേഞ്ചുണ്ട്. ഞാൻ പള്ളിയിലെന്ന് ആദ്യമായിട്ട് ഞാൻ പോയ സമയത്താണ് അച്ഛനോട് ചോദിച്ചത്, നിന്നെ ഇതുവരെ ഈ പരിസരത്ത് പോലും കണ്ടിട്ടില്ലല്ലോ എന്നാണ് അച്ഛനോട് ചോദിച്ചത്. അങ്ങനെ ഇപ്പം കറക്റ്റായിട്ട് പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ട്, പ്രെയർ ഗ്രൂപ്പിലുണ്ട്, ചർച്ചിൻ്റെ കാര്യങ്ങളിലെല്ലാം നല്ല ആക്റ്റീവാണ്. അങ്ങനെ ഇപ്പം ഫുൾ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ മുമ്പോട്ട് പോകുന്നു. ഈ തന്ന അനുഗ്രഹത്തിന് എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്ക് നന്ദി പറയുന്നു. യേശയ്യാ 43:2-3 തിരുവചനങ്ങൾ. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും,
നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളൽ ഏൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാണ്. മരിയ തങ്കം എന്ന ഈ അമ്മയും ഡേവിഡ് എന്ന മകനും ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടെ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. മരിയ തങ്കം എന്ന ഈ അമ്മ ഏതാണ്ട് 14 തവണയോളം ഉടമ്പടി പുതുക്കി ജീവിക്കുന്ന ഒരു സഹോദരിയാണ്. അമ്മയുടെ ഓരോ വാക്കും ഉടമ്പടി എങ്ങനെയാണ് പാറമേൽ പണിത ഭവനം പോലെ തൻ്റെ ആത്മീയ ജീവിതത്തെയും ഭൗതികമായ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ പറ്റും വിധം ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നതെന്ന് നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. ഒരു ക്ലേശവും തൻ്റെ ഭവനത്തിൽ വന്നലയ്ക്കാതിരിക്കുവാൻ തക്കവിധം അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിതത്തിൻ്റെ എല്ലാ കഠിന വിഷയങ്ങളെയും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവശരണത്തോടുകൂടി എങ്ങനെ ജീവിക്കണമെന്ന് അമ്മ നമ്മോട് സാക്ഷ്യത്തിലൂടെ പങ്കുവെക്കുകയാണ്. 38 വർഷം പഴക്കമുള്ള എക്സമ എന്ന രോഗമാണ്. സഹോദരി പറയുന്നുണ്ട്, എനിക്ക് പ്രാർത്ഥിച്ചു തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ കരങ്ങളിൽ കിട്ടിയ ഉടമ്പടി ഉപ്പിലൂടെ അത് നിരന്തരം ദ്രവരൂപത്തിൽ എൻ്റെ ശരീരത്തിൽ ഒഴിച്ചുകൊണ്ട് അമ്മയുടെ സഹായത്താൽ അമ്മ കൈമാറിയതായി വിശ്വസിച്ച് ഏറ്റെടുത്ത് ഞാനത് ഉപയോഗിച്ചതിലൂടെ പൂർണ്ണമായും മറ്റൊരു മരുന്നോ ലേപനമോ ഇല്ലാതെ അമ്മ സൗഖ്യപ്പെടുത്തിയെന്ന്. രണ്ടാമത്തത് 5 വർഷമായി ഒരു മരം വെട്ടാൻ വേണ്ടി അയൽപക്ക ഭവനത്തോട് ആവശ്യപ്പെട്ട് ഒരിക്കലും അതിനോട് ചെവി തരാതെ ഒന്നും മറുപടി പറയാതെ എതിർത്ത് നിന്നിരുന്ന കുടുംബം ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ആ മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ച് 5-ാം നാൾ യാതൊരു തടസ്സമോ പ്രയാസമോ ഇല്ലാതെ ഇങ്ങോട്ട് വിളിച്ച് അടുത്ത ദിവസം ആ മരം വെട്ടുന്ന കാര്യം പറയുകയും അതങ്ങനെ വെട്ടിക്കളയുകയും ചെയ്തത്. രണ്ടും സമയച്ചുരുക്കത്തിൻ്റെ സാക്ഷ്യമാണ്. അമ്മയുടെ കരങ്ങളിലേക്ക് ഒരു വിഷയം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എത്ര പഴക്കമുള്ളതും എത്ര നാളായി നാം അലഞ്ഞു തിരിഞ്ഞ് ഒരേ വിഷയങ്ങൾ നിരന്തരം മറ്റുള്ളവരുമായി ഇടപെട്ടിട്ട് നടക്കാതിരിക്കുന്നതുമായ കാര്യങ്ങൾ ദൈവം ഇടപെടുമ്പോൾ നിസ്സാരമായി നിമിഷങ്ങൾക്കുള്ളിൽ നമുക്കത് അനുഗ്രഹിച്ചു തരുന്നതിനെയാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തിയത്. മകൻ സൂചിപ്പിച്ചു, ചില തെറ്റായ കാര്യങ്ങളിലേക്ക് വിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ട് ജീവിതം ഇങ്ങനെ പതറിപ്പോവുകയും എന്ത് ചെയ്യണമെന്നറിയാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും ആവാതെ വല്ലാതെ ഒറ്റപ്പെട്ട് മൂകനായും മറ്റാരോട് ബന്ധമില്ലാതെയും ഒക്കെ ജീവിച്ച നാളുകൾ. എന്നിട്ട് മറ്റ് വിശ്വാസ രീതികളിൽ പോയി ഓരോ കാര്യങ്ങളൊക്കെ പലതരത്തിലുള്ള ആശ്വാസത്തിന് വേണ്ടി മകൻ സ്വീകരിക്കുകയും ചെയ്തു. അവൻ തന്നെ പറഞ്ഞു, എനിക്ക് കുർബാനയില്ല, വിശുദ്ധ ഗ്രന്ഥം വലിച്ചെറിഞ്ഞു, ജപമാല വലിച്ചു പൊട്ടിച്ചു. അങ്ങനെ നിരന്തരമായിട്ട് ദൈവത്തെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാമോ, നിന്ദിക്കാമോ, അവഹേളിക്കാമോ ആ രീതികളിലൊക്കെ മകന്റെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നുപോയ പൈശാചിക ബന്ധനങ്ങളുടെ നാളുകളെ കുറിച്ച് മകൻ പറയുന്നുണ്ട്, ഉടമ്പടി എടുക്കുവാൻ അമ്മ എനിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു. അമ്മയുടെ കണ്ണീരും കൃപാസന മാതാവിന്റെ സന്നിധിയിലുള്ള നിരന്തരമായ ഇടപെടലും ശരണപ്പെടലും എൻ്റെ ജീവിതത്തെ തിരികെ പിടിക്കുവാൻ വേണ്ടിയായിരുന്നു. അമ്മയുടെ ഉടമ്പടി ജീവിതവും അമ്മയുടെ നിരന്തരമായ ദൈവസന്നിധിയിൽ എനിക്ക് വേണ്ടിയുള്ള മാധ്യസ്ഥവും അതോടൊപ്പം ഉടമ്പടി എടുക്കുവാൻ എനിക്ക് നൽകിയ പ്രചോദനവും ഈ തിരുമണ്ണിലേക്ക് എന്നെ എത്തിക്കുകയും അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഞാൻ ഉടമ്പടി ജീവിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഒന്നൊന്നായി മാറിപ്പോകുന്നത്, ഞാൻ പരാജയപ്പെട്ട ഇടങ്ങളിൽ എനിക്ക് വിജയങ്ങൾ നൽകുന്നത്, സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ തകർന്ന തരിപ്പണമായ ജീവിതത്തിന് സമാധാനവും സന്തോഷവും പ്രത്യാശയും പകർന്നത്, വീടിന് പുറത്തിറങ്ങാനാവാതെ ഒറ്റപ്പെട്ടു പോയ എൻ്റെ ജീവിതത്തിന് ഇന്ന് കൂട്ടുകാരോടൊപ്പം പള്ളിയോടൊപ്പം അച്ഛനോടൊപ്പം കുർബാനയോട് ചേർന്ന് എൻ്റെ ജീവിതത്തെ പുതുക്കിപ്പണിയുവാൻ എൻ്റെ അമ്മ മാതാവ് ഉടമ്പടിയിലൂടെ എന്നെ സഹായിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഒട്ടും ചെറിയ കാര്യമല്ല മകനെ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. ജീവിതം കൈവിട്ടു പോയത്, വല്ലാതെ തകർന്നു പോയത്, ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് മറ്റുള്ളവർ ഈ മകനെ കുറിച്ച് പറഞ്ഞ ജീവിതത്തെയാണ് അമ്മ മാതാവും തിരുക്കുമാരനും ഏറ്റവും സന്തോഷത്തോടെ പൂർണ്ണമായി പുതുക്കിപ്പണിന് ദൈവകൃപ നിറച്ചുകൊണ്ട് ലോകത്തോട് ദൈവനാമത്തെ പ്രഘോഷിക്കുവാൻ പറ്റും വിധം ജീവിതത്തെ ശാക്തീകരിച്ച് ഈ അൾത്താരയിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ,
പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം വലിയവനാണ്. അഗ്നിയിലൂടെ നടന്നു പോയാൽ നാം അതിൽ കത്തിപ്പോകാത്ത വിധം, സമുദ്രത്തിൽ മുങ്ങിപ്പോയാൽ നാം അതിൽ മുങ്ങിപ്പോകാത്ത വിധം, നമ്മളെ രക്ഷിക്കുവാൻ തക്ക വിധം അവൻ്റെ കരങ്ങൾക്ക് ബലമുണ്ട്, അവൻ്റെ ഹൃദയത്തിന് സ്നേഹത്തിൻ്റെ നിറവുണ്ട്, അവൻ്റെ കണ്ണുകൾക്ക് വീണ്ടെടുക്കുവാനുള്ള കരുത്തുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈശോയിലേക്ക് ആശ്രയിച്ച് അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കുമ്പോൾ, ജീവിതം ഇന്ന് ഏത് തകർച്ചയിലാണെങ്കിലും, എത്ര കണ്ട് സങ്കട കണ്ണീരിലാണെങ്കിലും, എത്ര കണ്ട് എല്ലാവരും ഉപേക്ഷിച്ച അവസ്ഥയിലാണെങ്കിലും, ഈശോ മാത്രം അവൻ്റെ കൃപയാൽ നമ്മൾ വീണ്ടെടുത്തുകൊണ്ട് ലോകത്തിൽ വീണ്ടും പ്രശോഭിക്കുവാൻ, നന്മകൾ ചെയ്യുവാൻ, ദൈവസ്തുതികൾ ഉച്ചരിക്കുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുവരും. അതിന് സാക്ഷ്യമാണ് ഈ മകനും ഈ അമ്മയും ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ ദൈവാനുഗ്രഹങ്ങൾക്കും ആത്മീയ ബോധ്യങ്ങൾക്കും ആത്മീയ പരിവർത്തനങ്ങൾക്കും അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാൻ